തിരുവനന്തപുരത്ത് സ്പാ അടച്ചുപൂട്ടി. ജോലി അന്വേഷിച്ചെത്തിയ പെൺകുട്ടിയോട് സ്പാ നടത്തിപ്പുകാർ അപമര്യാദയായി പെരുമാറിയെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് മേയർ വി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡ്. റെയ്ഡിന് ശേഷം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥാപനം അടച്ചും പൂട്ടി. ക്രോസ് മസാജിംഗ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, നഗരത്തിന്റെ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള കേന്ദ്രമാണ് ഈ സ്പാ നടക്കുന്നത്. അവിടെയും ഇങ്ങനെ ഒരു അനുമതി ഉണ്ടായിരുന്നോ? ഭാഗികമായി മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ സംസ്ഥാനത്തുടനീളം അനധികൃത മസാജ് പാർലറുകൾ ഉണ്ട് എന്നതിന്റെ സൂചനയല്ലേ? ഏത് തരത്തിലാണ് ഈ സംഭവത്തിൽ ഒരു പരാതി ഉണ്ടായത്? ശ്രീജ, സംസ്ഥാനത്താകെ കൂണുകൾ പോലെ സ്പാകൾ പൊട്ടിമുളയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിശോധന നടക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കുന്നത് ഇതിന്റെ പലതിന്റെയും പ്രവർത്തനം നിയമപരമായല്ല, പലതിനും ലൈസൻസ് ഇല്ല എന്ന കാര്യത്തിലാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത്. മാത്രമല്ല, തിരുവല്ല സംഭവത്തിന് ശേഷം തിരുവനന്തപുരം നഗരസഭയിൽ ഒരു റെയ്ഡ് ഉണ്ടാകുന്നത് ആ സ്പായിൽ, സ്റ്റാച്യുവിൽ പ്രവർത്തിക്കുന്ന സ്പായിൽ കഴിഞ്ഞ ദിവസം തൊഴിൽ തേടി ഒരു യുവതി എത്തിയിരുന്നു. ആ യുവതിയോട് സ്പാ നടത്തിപ്പുകാർ അപമര്യാദയായി പെരുമാറി. ആ ഒരു പരാതി മേയറുടെ മുന്നിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തോട് പരിശോധന നടത്താൻ മേയർ നിർദ്ദേശം നൽകിയത്. തുടർന്ന് വൈകിട്ടോടുകൂടിയാണ് പരിശോധന നടന്നത്. ഇവിടുന്ന് ലഭിച്ച വിവരമനുസരിച്ച് മനോഹരൻ എന്ന ആളാണ് സ്പായുടെ ഉടമ. അതോടൊപ്പം തന്നെ റിദിൻ എന്ന ആളാണ് സ്പായുടെ മാനേജർ. മാത്രമല്ല, ഈ സ്പാ നടത്താനുള്ള ലൈസൻസോ മറ്റു രേഖകളോ ഈ പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ശ്രീജ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാകുന്നത്. സംസ്ഥാനത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്പാകൾ, അതിന് പലതിനും കൃത്യമായ രേഖകളില്ല, അനുമതിയോടെ അല്ല പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ റെയ്ഡ് നടത്തി പൂട്ടിച്ച സ്പായിൽ ക്രോസ് മസാജിംഗ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പാടില്ല എന്നതാണ് നിയമം. അത് ലംഘിച്ച് പല സ്പാകളും സംസ്ഥാനത്ത് വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സ്പാകൾക്ക് നേരെ, കേന്ദ്രങ്ങൾക്ക് നേരെ പോലീസിന്റെ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും തിരുവനന്തപുരത്ത് ഒരു യുവതിക്ക് നേരെ അപമര്യാദയായ പെരുമാറ്റം ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പാ അടച്ചുപൂട്ടിയത്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.